ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് നമ്മളുടെ സെക്കൻഡ് സെഷൻ ആണ് അല്ലെ. ക്യാപിറ്റൽ ഗെയിനിലത്തെ അമെൻമെന്റ്സ് ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ക്യാൻ വി പ്ലീസ്? ഓക്കെ, ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ രണ്ട് ടൈപ്പ് ഉണ്ടാവാറുണ്ട്. വാട്ട് ആർ ദ ടു ടൈപ്സ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. ഒരു ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നമ്മൾ ഡിസൈഡ് ചെയ്യുക? അത് മേടിച്ചിട്ട് എത്ര നാൾ ഹോൾഡ് ചെയ്തു നോക്കുന്നതിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം, ഷോർട്ട് ടേം. അപ്പോൾ ഒരു അസറ്റ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. അത് മേടിച്ച ഡേറ്റ്, സേ ഫോർ എക്സാമ്പിൾ 1 ജൂലൈ 2021 മേടിച്ചു. അത് വിറ്റ ഡേറ്റ്, സേ ഫോർ എക്സാമ്പിൾ 31 ജൂലൈ 2024 ആണ്. അപ്പൊ അത് എത്ര നാൾ ഹോൾഡ് ചെയ്തു നോക്കും. ഇതിനെയാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 ജൂലൈ 2021 തൊട്ട് 1 ജൂലൈ 2022, 1 ജൂലൈ 2023, 1 ജൂലൈ 2024, 3 ഇയേഴ്സ് പ്ലസ് വന്നു. യെസ് ഓർ നോ? അപ്പൊ ഈ പീരീഡ് കണക്കാക്കിയിട്ടാണ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പല കാറ്റഗറി അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള ലിസ്റ്റഡ് ഐറ്റംസ്. യൂണിറ്റ്സ് ഓഫ് UTI എന്ന് വെച്ചാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലത്തെ ആദ്യത്തെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മ്യൂച്വൽ ഫണ്ടാണ് യൂണിറ്റ്സ് ഓഫ് UTI. പിന്നെ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്. നിങ്ങൾ ഇത് എഴുതിയെടുക്കണം കേട്ടോ, ഞാൻ പറയുന്നതോടൊപ്പം തന്നെ. കെൻ യു? പ്ലീസ്. അപ്പൊ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് ആണ്. എത്ര പെർസെന്റേജ് മേലെ? 65% മേലെ ഇക്വിറ്റി ഷെയർ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് ഇറ്റ്സ് എ ബോണ്ട്. പക്ഷെ ബോണ്ടിന് സാധാരണ ഇൻട്രസ്റ്റ് വരും. പക്ഷെ ഈ ബോണ്ടിന് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇഷ്യൂ പ്രൈസും റിഡംഷൻ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം, റിഡംഷൻ പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. റിഡീം ചെയ്യുന്ന ഹൈ വാല്യൂവിനായിരിക്കും, ഇഷ്യൂ ചെയ്യുന്ന ലോവർ വാല്യൂവിനായിരിക്കും. അതായിരിക്കും വാങ്ങുന്ന ആളുടെ ലാഭം, ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ നഷ്ടം. ഓക്കെ, ലൈക്ക് ഈ 4 ഐറ്റത്തിന് എത്ര മന്ത്സ് മേലെ ഹോൾഡ് ചെയ്താലാണ് ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാറ്? 12 മന്ത്സ് മേലെയാണ് ട്രീറ്റ് ചെയ്യാറ്. ഓക്കെ, ഇത് ആക്ച്വലി പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഏത് ഡേറ്റ് തൊട്ടാ ചേഞ്ച് വന്നേക്കണേന്ന് വെച്ചാൽ ഓൺ ഓർ ആഫ്റ്റർ 23 ജൂലൈ 2024 തൊട്ടാണ് വന്നിട്ടുള്ളത്. ദിസ് വൺ, ഓൺ ഓർ ആഫ്റ്റർ 23 ജൂലൈ 2024. ഓക്കെ, ഇത് കുറച്ച് ലാഗ് വരുന്നുണ്ടോ എഴുതുന്നത് വരാൻ? ഹലോ, സാർ ഉണ്ട്. വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പം ക്ലിയറാ. എഴുതുന്ന ലാഗ് ഉണ്ടെന്നാണോ വോയിസ് ഇഷ്യൂ? അല്ല, ലാഗ് എഴുതുന്ന ലാഗ് ഉണ്ടെന്ന് പറഞ്ഞാണ്. കേൾക്കുന്നതിൽ ലാഗ് ഉണ്ട് അല്ലേ? അല്ല, എഴുതുന്നതിൽ ലാഗ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം ആ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അല്ലെ നമുക്ക്? വൈഫൈ. ഓക്കെ, കുറച്ച് ലാഗ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് ടൈമായി. വളരെയധികം ടൈം എടുക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഒന്നോട്ടെ. ഇപ്പോഴും ലാഗ് ഉണ്ട്. ഓക്കെ, എനിഹൗ വിൽ കണ്ടിന്യൂ. അപ്പൊ ഈ ഐറ്റംസ് ഉണ്ടല്ലോ, ഏതാ 4 ഐറ്റംസ്? ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്. ഈ 4 ഐറ്റത്തിനും 23 ജൂലൈക്ക് ശേഷമായാലും 12 മന്ത്സ് തന്നെയാണ് ഹോൾഡിംഗ് പീരീഡ്. അതായത് ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അവിടെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ആക്ച്വലി പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ അവർ ചേഞ്ച് കൊണ്ടുവന്നത് 23 ജൂലൈ 2024 തൊട്ടാണ്. അത് തേർഡ് കേസിൽ മാത്രമാണ്.
സെക്കൻഡ് കേസിലും നമുക്ക് അവിടെ ചേഞ്ച് ഇല്ല. സെക്കൻഡ് കേസ് അൺലിസ്റ്റഡ് ഷെയർസും ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്തും ആയിരുന്നു. അൺലിസ്റ്റഡ് ഷെയർസിലും ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്തിലും ഇപ്പോഴും ഗ്രേറ്റർ ദാൻ 24 മന്ത്സ് തന്നെയാണ്. പഴയ പീരീഡിലും ഗ്രേറ്റർ ദാൻ 24 മന്ത്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് വേടിച്ച ഡേറ്റ് അല്ല, വിൽക്കുന്ന ഡേറ്റ് 23 ജൂലൈ 2024 മുന്നാണെങ്കിൽ ഫസ്റ്റ് കോളവും, വിൽക്കുന്ന ഡേറ്റ് ഓൺ ഓർ ആഫ്റ്റർ 23 ജൂലൈ 2024 ആണെങ്കിൽ സെക്കൻഡ് കോളമാണ് നമുക്ക് അപ്ലിക്കബിൾ ആവാം. നമുക്ക് ചേഞ്ച് വന്നത് ലാസ്റ്റ് കാറ്റഗറിയിലാണ്. വാട്ട് ഇസ് ദ ലാസ്റ്റ് കാറ്റഗറി? ഫസ്റ്റിലും സെക്കൻഡിലും വരാത്ത അതർ അസറ്റ്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജ്വല്ലറി, അൺലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. അത് പണ്ട് 23 ജൂലൈ 2024 മുന്നാണ് വിറ്റെന്നുണ്ടെങ്കിൽ 36 മന്ത്സ് ആയിരുന്നു ഇൻ ദ ലോങ് ടേം. ഇപ്പൊ അത് എത്രയായിട്ട് കുറച്ചു? 24 മന്ത്സ് ആയിട്ട് കുറച്ചു. അപ്പൊ ഇൻ എഫക്റ്റ് നമുക്ക് ഇപ്പൊ രണ്ട് കാറ്റഗറിയേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ 12 മന്ത്സും ഗ്രേറ്റർ ദാൻ 24 മന്ത്സും. ഏത് ഡേറ്റ് തൊട്ട്? 23 ജൂലൈ 2024. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇങ്ങനെ ഒരു ഇഷ്യൂ 2024 എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരുന്നത് ഈ ഇത്തവണ ജൂലൈയിൽ വന്ന ഫിനാൻസ് ആക്ടിലാണ് ഈ അമെന്റ്മെന്റ് വന്നത്. യെസ്, പറയൂ. വോയിസ് നല്ലപോലെ ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? നല്ലപോലെ ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് വൈഫൈ മാറ്റി കണക്ട് ചെയ്യാം. ഓക്കെ. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പറഞ്ഞത് നന്നായി സ്റ്റാർട്ടിങ്ങില്. ഓക്കെ, അപ്പോ നമ്മൾക്ക് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസെറ്റ് എന്ന് വാങ്ങി എന്ന് വിറ്റു, ആ പീരീഡ് എത്രയുണ്ടോ അതിനനുസരിച്ചാണ് ഒരു അസെറ്റ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 22 ജൂലൈ 2024 വരെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു: ഗ്രേറ്റർ ദാൻ 12 മന്ത്സ്, ഗ്രേറ്റർ ദാൻ 24 മന്ത്സ്, ഗ്രേറ്റർ ദാൻ 36 മന്ത്സ്. ഇപ്പൊ അത് 2 ടൈപ്പ് ആയിട്ട് മാറി. ഗ്രേറ്റർ ദാൻ 12ഉം ഗ്രേറ്റർ ദാൻ 24 ഉള്ളൂ. ആർ യു ഗെറ്റിംഗ്? എവിടെ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ? ലാസ്റ്റ് കാറ്റഗറി, അതായത് ജ്വല്ലറി, അൺലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സ്, പെയിന്റിങ്സ്, ഇങ്ങനെയുള്ള ഐറ്റത്തിന് 22 ജൂലൈ വരെയാണ് വിറ്റെന്നുണ്ടെങ്കിൽ 36 മന്ത്സും 23 ജൂലൈ തൊട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 24 മന്ത്സും ആയിട്ട് മാറി. അപ്പൊ പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ വന്ന ചേഞ്ച് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട് ഫ്രണ്ട്സ്. യെസ് സർ. ആർക്കും ഇഷ്യൂ ഇല്ലല്ലോ? ഓക്കെ, ഇതാണ് ഫസ്റ്റ് അമെന്റ്മെന്റ്. ക്യാപിറ്റൽ ഗെയിനിൽ വന്ന ഫസ്റ്റ് അമെന്റ്മെന്റ്. നമ്മൾ 5 അമെന്റ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ ഗെയിനിൽ കാണിച്ചിട്ടുള്ളത് അല്ലെ. അതിലത്തെ ഫസ്റ്റ് അമെന്റ്മെന്റ് ആണ് ഇപ്പൊ ചെയ്തത്. അടുത്തത് ടാക്സ് റേറ്റിൽ വന്ന അമെന്റ്മെന്റ് ആണ്. ടാക്സ് റേറ്റ്, can I discuss that? Tax rate? ഓക്കെ, അപ്പൊ ടാക്സ് റേറ്റിൽ വന്ന അമെന്റ്മെന്റ് നമുക്കറിയാം. ക്യാപിറ്റൽ ഗെയിൻ 2 ടൈപ്പ് ഉണ്ട്. What are the 2 types? Sorry. Capital gain 2 types. What are the 2 types? Long term capital gain, short term capital gain. ഈ ലോങ് ടേം രണ്ടും സ്പെഷ്യൽ റേറ്റ് ഐറ്റംസ് ആണ്. ലോങ് ടേമിൽ തന്നെ 2 ഐറ്റംസ് ഉണ്ട്, 112, 112A. ഈ 112A എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറി ആണ് അല്ലെ. 112A പറഞ്ഞാൽ വരുന്ന ഐറ്റംസ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഉണ്ട്, യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ഉണ്ട്. ഈ 3 ഐറ്റംസ് ആണ് 112Aയിൽ വരുന്നത്. ഈ 112Aയിൽ വരുന്നത് അല്ലാത്ത ബാക്കി എല്ലാം ഓൾ അതർ അസറ്റ്സ് ആണ് 112Aയിൽ വരാം. ഈ 3 അല്ലാത്ത ബാക്കിയെല്ലാം ഓൾ അതർ അസറ്റ്സ് 112Aയിൽ വരും. 112Aയിൽ അല്ലാത്ത ബാക്കിയെല്ലാം ഇവിടെ വരും. ഇനി ഷോർട്ട് ടേം ആയാലും 2 ടൈപ്പ് ഉണ്ട്. വാട്ട് ആർ ദ 2 ടൈപ്സ്? 111A, നോർമൽ. ഈ 111Aയിലും 112Aയിലും വരുന്ന ഐറ്റംസ് സെയിം തന്നെയാണ്. അവിടെ കുറച്ചും കൂടി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. STT പേ ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓൾ അതർ അസറ്റ്സ് നോർമലിൽ വരും. ഓക്കെ,
അപ്പൊ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഞാനിപ്പോൾ ആക്കി. ഇതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. യെസ് ഓർ നോ? ഈ പാർട്ടും ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോന്നിന്റെ റേറ്റ് പഴയത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പഴയ റേറ്റ് തന്നെയാണ് 22 ജൂലൈ 2024 വരെ വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 112 നമ്മളെ റേറ്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? സെക്ഷൻ 112 റേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സെക്ഷൻ 112 റേറ്റ്, പഴയ റേറ്റ് എത്രയായിരുന്നു? 20% ആയിരുന്നു. റൈറ്റ്, 20% ആയിരുന്നു. അതേ റേറ്റ് തന്നെയാണ് വിത്ത് ഇൻഡെക്സേഷൻ. ഏത് ഡേറ്റ് വരെ? 22 ജൂലൈ 2024 വരെ. അതിൽ മാറ്റില്ല. ഓക്കെ, ആർ യു ഗെറ്റിംഗ്? പക്ഷേ 23 ജൂലൈ തൊട്ട് അവിടെ മാറ്റം വന്നു. വാട്ട് ഇസ് ദ ചേഞ്ച്? ആ 20% എന്നുള്ള 12.5 ആയിട്ട് കുറച്ചു. പക്ഷെ അവിടെ എന്ത് ബെനിഫിറ്റ് മിസ്സായി? നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് മിസ്സായി. ക്ലിയർ അല്ലേ? ഈ പോയിന്റിൽ ഇതിൽ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്. എനിഹൗ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഇത്ര വരെ ക്ലിയർ ആണ്. ഇനി നമ്മൾ 112 വന്നപ്പോ ഓൾറെഡി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. 112 നമ്മൾ പണ്ട് പഠിച്ച റൂൾ 0 to 1 lakh ആയിരുന്നു നില്ല്. ബാലൻസ് 10% ആയിരുന്നു. പക്ഷേ 22 ജൂലൈ 2024 വരെ ആണെങ്കിൽ പോലും ആ 1 lakh എന്നുള്ള ലിമിറ്റ് എത്രയായിട്ട് മാറ്റി? 1,25,000 ആക്കിയിട്ട് മാറ്റി. ആർ യു ഗെറ്റിംഗ്? അത് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1,25,000 വരെ നില്ലും, ബാലൻസിന് പഴയ റേറ്റ് 10%. അപ്പൊ 112 രണ്ട് ചേഞ്ച് ഉണ്ട്, 2 ചേഞ്ച്. Can you tell me what are the 2 change? ഒന്ന് 1 lakh വരെ നില്ലെന്നുള്ളത് ഇപ്പൊ എത്രയായിട്ട് മാറ്റി? 1,25,000 വരെ ആക്കി മാറ്റി. അത് സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. ബാലൻസിന് പണ്ടും 10 ആണ്, ഇപ്പോഴും 10 ആണ്. ഏത് ഡേറ്റ് വരെ? 22 ജൂലൈ വരെ അല്ലെ? പ്രയർ ടു 23 ജൂലൈ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം 22 ജൂലൈ വരെ. ഇനി 112 വരുമ്പോഴോ, 112 23 ജൂലൈ തൊട്ടാണെങ്കിൽ 0 to 1,25,000 നില്ലും, ബാലൻസിന് 12.5. ആർ യു ഗെറ്റിംഗ്? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇനി 111 വന്നാലോ? 111 ജസ്റ്റ് റേറ്റ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. പണ്ട് 15 ആയിരുന്നു, ഇപ്പൊ എത്രയായി? 20 ആയി. ഏത് ഡേറ്റ് വരെ 15? 22 ജൂലൈ വരെ. ഇപ്പൊ എത്രയായി? 20 ആയി. ഈ ചേഞ്ചസേ ഉള്ളൂ. ഇത് മൂന്നുമാണ് ടാക്സ് റേറ്റിൽ വന്ന ചേഞ്ച്. എവിടെ വന്ന ചേഞ്ച്? ടാക്സ് റേറ്റിൽ വന്ന ചേഞ്ച്. ഇത്രയും ഓക്കെ ആണോ? എഴുതിയോ നിങ്ങൾ ഇത്രയും? ഹാവ് യു ടേക്കൺ ഡൗൺ? ഓക്കെ, ഇനി ഞാൻ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ അതായത് ആക്ച്വലി നമ്മൾ 4 അമെന്റ്മെന്റ് കവർ ചെയ്തു. ഫസ്റ്റത്തെ ഒരു അമെന്റ്മെന്റും കവർ ചെയ്തു, പിന്നെ 3 സെക്ഷനിലുള്ള അമെന്റ്മെന്റ്സും കവർ ചെയ്തു. 112, 112A, 111. അപ്പൊ 4 എണ്ണമായി. ഓക്കെ, അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ, എന്നിട്ട് നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാം. Okay, so I think I can proceed with. Okay, fine. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് തന്നെ മെസ്സേജ് ഇട്ടോ കേട്ടോ, പ്രൈവറ്റ് ആയിട്ട് ഇടണമെന്നില്ല, കോമൺ ആയിട്ട് ഇട്ടോ. ഫൈൻ. അപ്പൊ ഇനി ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻസ് പറയാം, നമുക്ക് അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാം, അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോ ഞാനൊരു ലാൻഡ് മേടിച്ചു, ലാൻഡ് പർച്ചേസ് ചെയ്തത് 1st May 2001 1st May 2001 for ₹20 lakhs. എത്ര മേടിച്ചു? 20 lakhs മേടിച്ചു. സോൾഡ് ഓൺ ഫസ്റ്റ് ഞാൻ പറയാണ് ഫസ്റ്റ് ജൂലൈ 2024 ₹50 lakhs.
50 വേണ്ട, 70 ലാഖിന്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കാണാം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഹൗ യു വിൽ ഡു ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദിസ് കേസ്? എത്ര വിറ്റത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ സെഷൻ വെറുതെ ആവുന്ന പോലെയാവും. ഓക്കെ, സോ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാണാനുള്ള ഫോർമാറ്റ് എന്താ? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 70 lakhs ലെസ് എന്ത് കുറയ്ക്കണം? എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ നിൽ, തന്നിട്ടില്ല. സോ യു വിൽ ഗെറ്റ് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇത് ഫുള്ളിൽ എഴുതണം കേട്ടോ. നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ലെസ് എന്ത് കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണോ ഇവിടെ കുറയ്ക്കുക? ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണോ ഇവിടെ കുറയ്ക്കുക? ഇസ് ഇറ്റ് ജസ്റ്റ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഓർ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ? ഇൻഡെക്സ്ഡ് കോസ്റ്റ്. എന്തുകൊണ്ട് ഇൻഡെക്സ് കോസ്റ്റ്? ട്രാൻസാക്ഷൻ നടന്നത് 23rd July 2024 മുന്നാണ്. അപ്പൊ ഇൻഡെക്സ് കോസ്റ്റ് എടുക്കൽ കമ്പൽസറി ആണ്. അപ്പൊ എങ്ങനെ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കാണും? സോ വാട്ട് ഈസ് അവർ കോസ്റ്റ്? 20 lakh. 20 lakh ഇൻറ്റു ഏത് ഇയറിലേക്ക് കൊണ്ടുവരണം? 24-25. 24-25ന്റെ CII 363 അല്ലേ? Yes or no? 363/100 വരാട്ടോ. ഓക്കെ, ഈ ഇൻഡെക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്തായാലും പ്രൊവൈഡ് ചെയ്യുമല്ലോ. സോ 20 lakh ഇൻറ്റു 363/100 എത്ര വരും? 72,60,000 ആണ് അല്ലേ? അപ്പൊ അത് ലോസ് അല്ലേ? 2,60,000 ലോസ് ആണ്. ഇത് എന്ത് ലോസ് ആണ്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഈ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമ്മൾ എന്താ ചെയ്യുക? വേറെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. എത്ര വർഷം? 8 വർഷം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും വരെ കിട്ടിയോ? Others also please respond. ഓക്കെ, ഇതേ Yes, sir. ക്വസ്റ്റ്യൻ അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് ടാക്സ് വരില്ല, കാരണം ലോസ് ആണ്, ടാക്സ് വരില്ല. ഓക്കെ, ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തട്ടെ. ഇത് വിറ്റത് 1st September 2024 ആയിരുന്നെങ്കിലോ സെയിം എമൗണ്ട് 70 lakhs. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ നിങ്ങൾ എങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കാണും? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഹൗ മച്ച്? 70 lakh ലെസ് എക്സ്പെൻസ് നിൽ. സോ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ 70 lakhs ലെസ് വാട്ട്? ഇൻഡെക്സ് കോസ്റ്റ് ആണോ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണോ എടുക്കുക? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ? എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 23rd July ശേഷമാണ്? അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്ര? 20 lakh. Yes or no? So what is the long term capital gain? പറയൂ. 50 lakhs. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ 2,60,000 ലോസ് ആയിരുന്നു. സെക്കൻഡ് കേസ് ആയപ്പോ നമ്മൾ ഡേറ്റ് മാറിയപ്പോ ക്യാപിറ്റൽ ഗെയിൻ എത്ര വന്നു? 50 lakh വന്നു. അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ ടാക്സിന് ഇല്ലല്ലായിരുന്നു? ഇല്ലായിരുന്നു. ഈ കേസിൽ നമ്മൾ ടാക്സ് എത്ര വരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? 12.5%. ഓക്കെ, അപ്പൊ ആ റൂള് നമുക്കൊന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ലാൻഡോ ബിൽ സെക്ഷൻ 112 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണ്. പക്ഷെ ഇൻ കേസ് ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് അക്വയർഡ് 23rd July 2024 മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ കാണുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അയാൾ ഇൻഡിവിജ്വലോ HUF ആണെങ്കിൽ ഒന്ന് 20% വിത്ത് ഇൻഡെക്സേഷൻ ആണ്, അല്ലെങ്കിൽ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണ്, വിച്ച് എവർ ഇസ് ബെനിഫിഷ്യൽ ടു SSC. ഇതാണ് റൂള്. ഇത് ഏത് സെറ്റിന് മാത്രമേ കിട്ടുള്ളൂ? ലാൻഡ് ഓർ ബിൽഡിംഗ്. ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് മാത്രമായാലേ കിട്ടുള്ളൂ. അതുവരെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക്
ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്തും ആണെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിനും കിട്ടി. ഞാൻ പറഞ്ഞു നിങ്ങൾ ടോട്ടലിംഗം കാണുമ്പോ 23rd July 2023 23rd ടോട്ടലിംഗം കാണുമ്പോൾ 23rd July 2024 ശേഷമാണെങ്കിൽ നോ ഇൻഡെക്സേഷൻ, എന്തായാലും ഇൻഡെക്സേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ടോട്ടലിംഗം കണ്ടെത്തി. ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങൾ ടോട്ടലിംഗം വർക്കിംഗിലേക്ക് കൊടുക്കുക 50 lakhs. ഓക്കെ, നോ ഇൻഡെക്സേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് കറക്റ്റ് ശ്രദ്ധിച്ചു വെക്കുക. നോ ഇൻഡെക്സേഷൻ, ഇൻഡെക്സേഷൻ ഇല്ല ടോട്ടലിംഗം കാണുമ്പോൾ. നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ അഗ്രിഗേഷൻ ചെയ്യാറ് ടാക്സ് കാണുമ്പോഴാണ്, യെസ് ഓർ നോ? അതേപോലെ ഇവിടെയും ടാക്സ് കാണുമ്പോഴാണ് ഇതിന്റെ ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ്സ് വരാം. പക്ഷെ ടാക്സ് കണ്ടെത്തൂലേ, ടാക്സ് ലയബിലിറ്റി ക്വസ്റ്റ്യനിൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ വാട്ട് ആർ ദ ടു ഓപ്ഷൻസ്? ഓപ്ഷൻ 1 എന്താ? വാട്ട് ഈസ് ഓപ്ഷൻ 1? വാട്ട് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? 50 lakh without indexation, yes or no? Long term capital gain without indexation. ഞാൻ വെറുതെ WI എന്ന് എഴുതിയുള്ളൂ, വിത്തൗട്ട് ഇൻഡെക്സേഷൻ. 50 lakh into how much percentage? 12.5%. How much it will work out to? 50 lakh into 12.5% എത്രയാ? 6,25,000. 6,25,000. ഓക്കെ, ഓപ്ഷൻ 2 എന്താ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിത്ത് ഇൻഡെക്സേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇനി വീണ്ടും വർക്ക്ഔട്ട് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അവിടെ ലോസ് ആണ് 2,60,000. നമുക്ക് നേരത്തെ കിട്ടിയിട്ടില്ലേ 2,60,000 ലോസ്? അങ്ങനെയാണെങ്കിൽ ടാക്സ് എന്താ വരാ? നില്ല വരാ. സോ വിച്ച് എവർ ഈസ് ഫേവറബിൾ? 6,25,000 ടാക്സ് അടയ്ക്കുന്നതാണോ ലാഭം, നില്ല അടയ്ക്കുന്നതാണോ ലാഭം? വിച്ച് വൺ ഈസ് ബെറ്റർ ഫോർ ഹിം? നിൽ, ഒന്നും അടയ്ക്കണ്ട. പക്ഷെ അയാൾ ടോട്ടൽ ഇൻകം കാണുമ്പോൾ നിങ്ങൾ ഈ 2,60,000 അല്ല എടുക്കേണ്ടത്, നിങ്ങൾ ഈ 50 lakh തന്നെ ഇൻകം ആയിട്ട് എടുക്കണം. ഇതല്ല എടുക്കുക, ഇത് തന്നെ എടുക്കണം കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാല് സെക്ഷൻ 112 കൺസെപ്റ്റ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ ഫൈൻ. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. ഇതേ ക്വസ്റ്റ്യൻ, ഞാനിപ്പോ തന്ന അതേ ക്വസ്റ്റ്യൻ, അത് ഇപ്പൊ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞ സെറ്റ് ലാൻഡ് ആയിരുന്നു. ഈ ലാൻഡിന് പകരം ജ്വല്ലറി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാം അല്ലെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഗ്രിപ്പില്ലാതെ പോണ്ട. ഓക്കെ, അപ്പൊ ഇതേ എക്സാമ്പിൾ ലാൻഡ് ബിൽഡിംഗ് അല്ലാത്ത ഐറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ജ്വല്ലറി purchased on 1st July 2001 for rupees 20 lakhs. എത്ര ലാക്സിന് മേടിച്ചു? 20 lakhs. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ നമ്മൾ എഴുതിയിരുന്നത്? ഫസ്റ്റ് മെയ് ആണ്, കുഴപ്പമില്ല, 20 lakhs. പിന്നെ 1st July 70 ലക്ഷത്തിന് വിറ്റു. ജ്വല്ലറി പർച്ചേസ് 1st July 2001 for 20 lakhs, sold on 1st July 2024 for rupees 70 lakhs. 70 lakhന് വിറ്റു. So how it will be? Can you tell me how it will be? Same തന്നെ, full value of consideration 70 lakhs. പറയുന്നേ, ലെസ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ മേടിച്ച എത്ര? 20 lakhന് 20 lakh into 60 by 100. So it will work out to 72,60,000. സോ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത് അല്ലെ, 2,60,000. യെസ് ഓർ നോ? അപ്പൊ ആ കേസിൽ ടാക്സ് ഇല്ല വരാം. ഇതുവരെ ക്ലിയർ അല്ലേ?
റൈറ്റ്? ഇത് ഏത് ഡേറ്റ് വരെ? ബിഫോർ 23rd July 2024 ആണ്. ഇതേ സംഭവം ആഫ്റ്റർ 23rd July 2024 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 70 lakh തന്നെ വരും. കോസ്റ്റ് എത്ര കുറയ്ക്കാൻ പാടുള്ളൂ? ഇൻഡെക്സ് ചെയ്യാൻ പാടില്ല. Yes or no? So what will be the capital gain? 50 lakhs. കറക്റ്റ് ആണോ? ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എത്ര പെർസെന്റേജ് ടാക്സ് അടയ്ക്കണം? 12.5%. So how much it will work out to? How much it will work out to? 50 lakh into 12.5%. 6,25,000. അപ്പൊ ഏതിൽ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അങ്ങനെ ഇൻഡെക്സേഷൻ ചെയ്യാൻ? ലാൻഡ് ബിൽഡിംഗിൽ മാത്രം. ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത്. ഏത് ഡേറ്റിന് മുന്നേ വാങ്ങണം? ബിഫോർ 23rd July 2024. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ വന്ന് 4 അമെൻമെന്റ്സ് ഇപ്പൊ കവർ ആയി. 4 അമെൻമെന്റ്സ്. ഏതൊക്കെ 4 അമെൻമെന്റ്സ്? പീരീഡ് ഓഫ് ഹോൾഡിങ്ങും ടാക്സ് റേറ്റിൽ വന്ന ചേഞ്ചസും. ഇസ് ഇറ്റ് ക്ലിയർ അപ് ടു ദാറ്റ്? Yes. ഓക്കെ, ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയൂ. നമ്മൾ നേരത്തെ പ്രിന്റ് ഔട്ടിലേക്ക് നോക്കി ചെയ്തതുകൊണ്ടാണ് ചെറിയൊരു ഇഷ്യൂ വന്നത്. ആക്ച്വലി എഴുതി ചെയ്താൽ തന്നെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരാം. ഓക്കെ, നമുക്ക് അപ്പൊ ബാലൻസ് അമെൻമെന്റ്സും കൂടി നോക്കാം കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ ഗെയിനും IFOസും വരെയുള്ള അമെൻമെന്റ്സ് നമുക്ക് എന്തായാലും ഫിനിഷ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കത് ഫിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കി പ്ലാനുകൾ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ അമെൻമെന്റ്സിന്റെ ഇപ്പോൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയത് ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അമെൻമെന്റ് നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കഴിഞ്ഞു. സെക്കൻഡ് അമെൻമെന്റ് ടാക്സ് റേറ്റും കഴിഞ്ഞു. ഇനി 2 അമെൻമെന്റ്സും കൂടിയാണ് ഈ ചാപ്റ്ററിന്റെ റിലേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ 50AA എന്ന് പറയുന്ന സെക്ഷൻ നമുക്കിപ്പോ നോക്കാം. Can I? Yes. ഓക്കെ, 50AA എന്ന് പറയുന്ന അമെൻമെന്റ് അത്ര എന്താ പറയാ, ഇതേപോലത്തെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. വളരെ സിമ്പിൾ അമെൻമെന്റ്. ഇനിയുള്ള 2 അമെൻമെന്റ്സും വളരെ സിമ്പിൾ ആട്ടോ. ഇത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്, പിന്നീട് അത് ഓക്കെ ആവും. ഓക്കെ, അപ്പൊ ഈ അമെൻമെന്റ് 50AA എന്ന് പറയുന്ന സെക്ഷൻ എന്താ നമുക്ക് നോക്കാം. 50AA എന്ന് പറയുന്ന സെക്ഷനിൽ 3 കേസസ് പറഞ്ഞിട്ടുണ്ട്, 3 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. എന്തെന്ന് പറയും? സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. നമ്മളുടെ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഉണ്ടായിരുന്നില്ലേ? ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടിൽ നമ്മൾ എന്താ ചെയ്തേ? 65% മേലെ, ഗ്രേറ്റർ ദാൻ 65% ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ? ഈ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് നേരെ ഓപ്പോസിറ്റാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35% ആണ് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് കുറവുള്ള മ്യൂച്വൽ ഫണ്ടിനെയാണ് എന്ത് നോക്കുന്നത്? സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. ഇനി രണ്ടാമത്തെ ഐറ്റം മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബെഞ്ചേഴ്സ്. മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഡിബെഞ്ചറിന് നമ്മൾക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കിട്ടുക. ഓക്കെ, ഈ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബെഞ്ചേഴ്സിന് ഡിബെഞ്ചറിന്റെ ഫീച്ചറും ഉണ്ട്, ഷെയർസിന്റെ ഫീച്ചറും ഉണ്ട്. കാരണം നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് സെക്യൂർഡ് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് സെക്യൂർഡ് ആണ്. വിച്ച് ഈസ് സെക്യൂർഡ്? പ്രിൻസിപ്പൽ എമൗണ്ട് സെക്യൂർഡ് ആണ്. റിട്ടേൺസ് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് വരും. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബെഞ്ചേഴ്സ്. ഈ 2 പോയിന്റ്സ് കഴിഞ്ഞ വർഷവും നമുക്ക് ഉണ്ടായിരുന്നു. ഈ 2 പോയിന്റ്സ് കഴിഞ്ഞ വർഷം നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. കണ്ടോ? ഓൾ അബവ് ഐറ്റംസ്, 1 സെക്കൻഡ്, all above items always treated as short term capital asset, hence short term capital gain. ഇതിനെപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാ വരാ.
അതായത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കണ്ട, ഇറസ്പെക്റ്റീവ് ഓഫ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഇത് എപ്പോഴും ലോങ് ടേം ആയിരിക്കും. അപ്പൊ 10 കൊല്ലത്തിൽ വിറ്റാലും ഇത് ലോങ് ടേം ആയിരിക്കും. ആ ലിസ്റ്റിലേക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്തു, അതാണ് അമെന്റ്മെന്റ്. എന്താ ആഡ് ചെയ്തത്? അൺലിസ്റ്റഡ് ബോൺസോ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സോ ഏത് ഡേറ്റിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുക? ട്രാൻസ്ഫർ ഓർ മെച്യൂർസ് ഓൺ ഓർ ആഫ്റ്റർ 23rd ജൂലൈ. അപ്പൊ ആ ഡേറ്റ് വീണ്ടും ലിങ്ക് ചെയ്തു. അപ്പൊ ഡിബഞ്ചേഴ്സ് ഒക്കെ 23rd ജൂലൈന് ശേഷം വിറ്റ് കഴിഞ്ഞാൽ ഇനി എന്തായാലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. എത്ര കൊല്ലം ഹോൾഡ് ചെയ്താണെങ്കിലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? ഷോർട്ട് ടേം. ഓക്കെ, ഇതാണ് 50AA വന്ന അമെന്റ്മെന്റ്. ആർ യു ഗെറ്റിംഗ്? So what Yes, is sir. the amendment relating to 50AA? വന്ന അമെന്റ്മെന്റ് ഒന്ന് പറഞ്ഞുതരൂ. അതായത് ഈ 3 ഐറ്റത്തിന് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ടിനോ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സിനോ അൺലിസ്റ്റഡ് ബോൺസ് ഓർ ഡിബഞ്ചേഴ്സിനോ എത്ര പീരീഡ് ഹോൾഡ് ചെയ്താലും ആ ക്യാപിറ്റൽ അസറ്റിനെ ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എന്താ? ഷോർട്ട് ടേം. അതിൽ അൺലിസ്റ്റഡ് ബോൺസും ഡിബഞ്ചേഴ്സും ഏത് ഡേറ്റ് തൊട്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ? 23rd ജൂലൈ തൊട്ട്. അപ്പൊ ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റ് ആട്ടോ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. യു ഹാവ് ടു ബി കെയർഫുൾ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. Can we try question relating to that? Yes, sir. Okay. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഓൺ അമെന്റ്മെന്റില് 50AA എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 8 ഐ തിങ്ക്. 8. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാർ, ഈ PDF ഒന്നുകൂടി റീസെൻഡ് ചെയ്യോ? PDF റീസെൻഡ് ചെയ്യണോ? ഓക്കെ. Can someone resend it in the group? കിട്ടിയെന്ന് വിചാരിക്കണോ? ഓക്കെ. ഇവിടെ പറയണത് മിസ്റ്റർ രാജ് 10,000 ഡിബഞ്ചേഴ്സ് മേടിച്ചു. 9% ഡിബഞ്ചേഴ്സ് ആണ്. എന്ന് മേടിച്ചു? ഓഗസ്റ്റ് 2020 മേടിച്ചു. 150ക്കാണ് മേടിച്ചത്. അപ്പൊ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 150 ആണ്. ഫേസ് വാല്യൂ 100 രൂപയാണ്. ഇത് 2,500 ഇയാൾ വിറ്റു ഏപ്രിൽ 2024. അപ്പൊ ഏപ്രിൽ 2024 എന്ന് വെച്ചാൽ 23rd ജൂലൈ 2024 മുന്നാണ്, ബിഫോർ. 23rd ജൂലൈ 2024 ബിഫോർ ആണെങ്കിൽ നമുക്ക് ഈ 50AA റൂൾ അപ്ലൈ ചെയ്യൂലല്ലോ. 50AA റൂൾ അപ്ലൈ ചെയ്യൂല. 36. അപ്പൊ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് നമ്മൾ അൺലിസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 36 മന്ത്സ് മേലെ വന്നാലാണ് ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഏപ്രിലിൽ 2,500 വിറ്റപ്പോ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, 112 വരില്ല. കാരണം 112 വരണമെന്നുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 112 ആണ്. 112 വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം? ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓർണഡ് ഫണ്ട്, യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഇത് മൂന്നും അല്ലാത്തതുകൊണ്ട് 112 വരും. അപ്പൊ നോക്കൂ, എത്ര രൂപയ്ക്കാണ് വിറ്റത്? 175. അപ്പൊ ആ പാർട്ട് വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മൾ 10,000 എണ്ണം മേടിച്ചു. ഒരെണ്ണം 150 രൂപയ്ക്കാണ് മേടിച്ചത്. അതിൽ 2,500 എണ്ണം വിറ്റു. 175 രൂപയ്ക്ക് വിറ്റു. ഓക്കെ. അപ്പോ ഡിബഞ്ചേഴ്സ് സോൾഡ് ഓൺ ഏപ്രിൽ 2024. നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 2,500 × 175. വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. How much? 4,37,500 തന്നെയാണോ വരുന്നത്? ഓക്കെ. ഇനി അത് എത്ര രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത്? 150ക്കാണ് മേടിച്ചത്. ഡിബഞ്ചേഴ്സിന് ഫണ്ടും ഇൻഡെക്സേഷൻ അവൈലബിൾ അല്ല കേട്ടോ. ഡിബഞ്ചറിന് ഫണ്ടും ഇൻഡെക്സേഷൻ ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പൊ ജസ്റ്റ് കോസ്റ്റ് കുറയ്ക്കുക ചെയ്യുക. കാരണം ഡിബഞ്ചർ നിങ്ങൾ നോക്കുക, അതിന് വാല്യൂ അങ്ങനെ കൂടുന്നില്ലല്ലോ. അപ്പൊ ഡിബഞ്ചറിന് എന്തില്ല? ഇൻഡെക്സേഷൻ ഇല്ല. അപ്പൊ 2,500 × 150, 2,500 × 150, 3,75,000 വരും. അപ്പൊ അവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വരും. ഈ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ആണ്.
പക്ഷെ ഇൻഡെക്സേഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ ലോങ് ടേം ആണ്. ഓക്കെ, ഇനി ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, പ്ലീസ് ടെൽ മീ. Yes, sir. ഓക്കെ, ഒരു ഡിബഞ്ചർ 175 വിറ്റത്, 150 മേടിച്ചത്. അപ്പൊ ഒരെണ്ണത്തും 25 രൂപയാണ് ലാഭം. അപ്പൊ 2500 എണ്ണത്തുമ്പോ 2500 into 25 അങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, സെയിം ഫിഗർ കിട്ടും. ഇനി എന്താ പറയണേ, റിമൈനിങ് 7500 ഡിബഞ്ചറും വിറ്റു. അത് ഓഗസ്റ്റിലാണ് വിറ്റത്. അപ്പൊ അത് ഏത് ഡേറ്റിന് ശേഷമാണ്? 23rd July 2024 ശേഷമാണ്. 23rd July 2024 ശേഷമാണെങ്കിൽ ഡിബഞ്ചേഴ്സിനൊന്നും ഡേറ്റ് നോക്കണ്ട, അതെന്തായാലും ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. എത്ര രൂപയ്ക്ക് വിറ്റു? 155 വിറ്റു. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇസ് ഡ്യൂ ഓൺ 30th June, December of every year. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. അത് ഇവിടെ എഴുതിയിട്ടില്ല. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ, കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ അങ്ങനെ വരുമ്പോ 7500 എണ്ണം 155 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നിങ്ങൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 7500 into 155 എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 150. അപ്പൊ കോസ്റ്റ് ആയിട്ട് 7500 into 150. ഓക്കെ, 7500 into 150, 7500 into 150. പക്ഷെ ഈ ഗെയിൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇത് നോർമൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സ്ലാബ് റേറ്റ് വരും. എന്ത് റേറ്റ് വരും? സ്ലാബ് റേറ്റ്. ഇത് സ്ലാബ് റേറ്റ് വരും ഈ 37,500. ഈ 62,500 ലോങ് ടേം 112 അല്ലേ? 112 ആകുമ്പോൾ എത്ര പെർസെന്റേജ് വരും? 20% വരും. പഴയ റൂൾ അല്ലേ? പഴയ റൂളാണ്. 22nd July വരെ വരുമ്പോൾ 20% വരും. ഇതാണ് 50AA വന്ന അമെൻമെന്റ്. 50AA ഒരു ചെറിയ അമെൻമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. വാട്ട് ഇസ് എ സ്മോൾ അമെൻമെന്റ്? ഡിബഞ്ചേഴ്സും ബോൺസും ഒക്കെ എത്ര നാൾ ഹോൾഡ് ചെയ്താലും ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ അസറ്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എഴുതണം. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഒരു പറയൂ. ലാസ്റ്റ് പറഞ്ഞ പോർഷൻ ഒന്നുകൂടെ പറയൂ. ഏത് പോയിന്റ്? 7,500 ഡിബഞ്ചേഴ്സ് വിറ്റതിന്റെ 7,500 ഡിബഞ്ചേഴ്സ് വിറ്റു. അപ്പൊ അത് 23rd July 2024 ശേഷമാണ്. അതുകൊണ്ട് അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യും. കാരണം 22nd July വരെയാണ് നമ്മൾ പീരീഡ് നോക്കിയിട്ട് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ഡിബഞ്ചേഴ്സിന്റെ കേസിൽ ഡിസൈഡ് ചെയ്യുക. 23rd July തൊട്ട് ഡിബഞ്ചേഴ്സ് ഇനി എത്ര നാൾ ഹോൾഡ് ചെയ്തിട്ട് വിറ്റാലും അതെന്താണ്? ഷോർട്ട് ടേം ആണ്. ഡിബഞ്ചേഴ്സിന് മാത്രമാണ് അങ്ങനെ. ഡിബഞ്ചേഴ്സും മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സും പിന്നെ ഒരു ഐറ്റം കൂടി പറഞ്ഞല്ലോ, സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്സും കേട്ടോ. അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ്, അൺലിസ്റ്റഡ് ബോൺസ്, മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സും സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്സും. ഇത് മൂന്നും ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഗെയിൻ എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും ട്രീറ്റ് ചെയ്യും. ഇപ്പോ തൊട്ട് മുമ്പുള്ള പീരീഡ് നോക്കണ്ടെന്നല്ലേ? എത്ര ഹോൾഡ് ചെയ്തു എന്നുള്ളത് നോക്കണ്ടെന്ന്. 22nd വേണ്ട വരെ. വേണ്ട, 22nd അല്ല, 23rd July തൊട്ടുള്ളത്. അല്ല, 23rd കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ അതിന് തൊട്ട് മുമ്പുള്ള പീരീഡ് എത്രയായാലും ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. റൈറ്റ്. അതെ. ഓക്കെ, നമുക്കിനി തിരിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ അമെൻമെന്റ്സിന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിലേ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്തിട്ട് പോവാട്ടോ. ബേസിക്സും സാലറിയും PGBP നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡീൽ ചെയ്തു. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനിലത്തെ ഓൾമോസ്റ്റ് ഒരു പോയിന്റ് കൂടി ബാക്കിയുണ്ട്. ആ പോയിന്റും IFOസിലത്തെ 2 പോയിന്റ്സും ഉണ്ട്. IFOസിലത്തെ ഒരു പോയിന്റ് ലിങ്ക്ഡാ. അപ്പൊ 2 പോയിന്റ്സ് ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ഗെയിനും ഏതും കഴിയും? IFOസും കഴിയും. അത്രയും ആയിരിക്കും നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ IFOs വരെ നിങ്ങൾ മൊഡ്യൂൾ 1 വരെ ഇന്ന് കഴിയും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സിന്റെ ഒരു ഇതേ ഉള്ളൂ. അത് നമുക്ക് നോക്കിയിട്ട് ഒരു സെഷൻ വേറെ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഐ വിൽ ഡീൽ വിത്ത് ദ ബാലൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുന്ന അമെൻമെന്റ് IFOസിന്റെ അമെൻമെന്റിൽ ആദ്യം നോക്കാം. IFOസിന്റെ അമെൻമെന്റ് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്തും കവറായി. ക്യാപിറ്റൽ ഗെയിനിൽ പെൻഡിങ് ഉള്ള ഒരു അമെൻമെന്റും കവറായി. അത്രേ ഉള്ളൂ ആക്ച്വലി. ഓക്കെ, രണ്ടും അത് കണക്റ്റഡ് ആണ് ആക്ച്വലി.
നിങ്ങൾ IFOSൽ ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫാമിലി പെൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, Yes. അതായത് ഒരു എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫാമിലിക്ക് പെൻഷൻ കൊടുക്കും. അപ്പൊ ഈ ഫാമിലി പെൻഷൻ കിട്ടുക ഫാമിലി മെമ്പേഴ്സിനാണ്. അതൊരിക്കലും സാലറിയിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. എംപ്ലോയറിൽ നിന്ന് പെൻഷൻ കിട്ടായിരുന്നെങ്കിൽ സാലറി ടാക്സ് ചെയ്തേനെ. ഇത് സാലറിയിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല, പകരം IFOSലാണ് ടാക്സ് ചെയ്യുക. അപ്പോൾ ഫോർ അസസ്മെന്റ് 24-25 വരെ ഫാമിലി പെൻഷൻ കിട്ടുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ 60,000 രൂപ ഫാമിലി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന്റെ 1/3, അപ്പൊ 20,000, ഓർ 15,000 വിച്ച് എവർ ഇസ് ലെസ്. ഇതായിരുന്നു നമ്മളെ റൂള്. 1/3 ഓഫ് പെൻഷൻ, യു സി ഓപ്ഷണൽ ടാക്സ് സ്കീം, 1/3 ഓഫ് സച്ച് പെൻഷൻ ഓർ 15,000 വിച്ച് എവർ ഇസ് ലെസ്. ഡിഫോൾട്ട് ടാക്സ് സ്കീം ആയാലും സെയിം തന്നെ, 1/3 ഓഫ് സച്ച് പെൻഷൻ ഓർ 15,000 വിച്ച് എവർ ഇസ് ലെസ്. പുതിയ റൂളില് ഓപ്ഷണൽ സ്കീമിൽ സെയിം തന്നെ, 1/3 ഓഫ് സച്ച് പെൻഷൻ ഓർ 15,000 വിച്ച് എവർ ഇസ് ലെസ്. അപ്പൊ ഇവിടെ ചേഞ്ച് ഇല്ല, ചേഞ്ച് ഉള്ള ആഗ്രഹം ഇവിടെ മാത്രമാണ്. ഡിഫോൾട്ട് സ്കീമിൽ ആ 15,000 എന്നുള്ള എത്രയായിട്ട് മാറ്റി? 25,000. ചെറിയ അമെൻമെന്റ് ആണെങ്കിലും MCQലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതേ പറഞ്ഞ എക്സാമ്പിൾ 60,000 കേസിൽ അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ 20,000 രൂപ വരും, ഓർ 25,000 വിച്ച് എവർ ഇസ് ലെസ് ആണ്. അപ്പൊ എത്ര രൂപ ഡിഡക്ഷൻ കിട്ടും? 20,000 കിട്ടും. ഏത് സ്കീമില്? ഡിഫോൾട്ട് സ്കീമിൽ. അപ്പൊ എന്താ ചേഞ്ച്? 15,000 എന്നുള്ള ലിമിറ്റ് മാറ്റിയിട്ട് എത്രയാക്കി മാറ്റി? 25,000 ആക്കി മാറ്റി. ആർ യു ഗെറ്റിംഗ്? ഓക്കെ ആണോ? Yes, sir. ഓക്കെ. ഇനി ലാസ്റ്റ് അമെൻമെന്റ് കേട്ടോ. ഇതോടുകൂടി നമ്മളുടെ അതർ സോഴ്സ് വരെയുള്ള അമെൻമെന്റ്സ് കഴിയും. ഏത് വരെയുള്ള അമെൻമെന്റ്സ് കഴിയും? അതർ സോഴ്സ് വരെ. നമുക്കിനി ഒന്നും പെൻഡിങ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ തന്ന ആ ക്വസ്റ്റ്യൻ ഷീറ്റിൽ അതർ സോഴ്സ് വരെയുള്ള എല്ലാ അമെൻമെന്റ്സും ചെയ്യുക, എന്നിട്ട് ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, ലൈക്ക് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് വേ. ഓക്കെ, അപ്പോ നമുക്ക് ഈ അതർ സോഴ്സിന്റെ അമെൻമെന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതർ സോഴ്സിന്റെ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലിങ്ക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ക്യാപിറ്റൽ ഗെയിനിൽ 46A എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ബൈബാക്ക് ഓഫ് ഷെയർസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ച്? ഇപ്പോ TCS ഇപ്പൊ അടുത്ത് ബൈബാക്ക് ചെയ്തിരുന്നു. TCS കമ്പനിയുടെ ഷെയർസ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ബൈബാക്ക് ചെയ്തിരുന്നു. സേ ഫോർ എക്സാമ്പിൾ 4,000 ബൈബാക്ക് ചെയ്തെന്ന് വിചാരിച്ചോ. 4,000. നമ്മളുടെ പ്രൈസ് 3,000 ആയിരുന്നു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 1,000 അല്ലേ നമ്മളെ ബെനിഫിറ്റ് വരുന്നത്. ഈ 1,000 മേലത്തെ ടാക്സ് TCS ആണ് അടച്ചിരുന്നത്. ഓക്കെ, 46A. വിച്ച് സെക്ഷൻ? 46A. ഇതായിരുന്നു പണ്ടത്തെ പ്രൊവിഷൻ. അപ്പോൾ നമുക്ക് സെക്ഷൻ 46A എന്താന്ന് ആദ്യം ഒന്ന് നോക്കി വെക്കാം. സെക്ഷൻ 46A, ഡൊമസ്റ്റിക് കമ്പനി, അതർ കമ്പനി. അതർ കമ്പനിക്ക് ഇങ്ങനെ ഒരു റൂൾ ഇല്ല. ബൈബാക്ക് ചെയ്താലും ഷെയർ ഹോൾഡർ തന്നെ ടാക്സ് അടയ്ക്കും. ഷെയർസ് ആൻഡ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ ഓർ സെക്യൂരിറ്റി ഹോൾഡർ ആണ്. ഡൊമസ്റ്റിക് കമ്പനി ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോഴും സ്പെസിഫൈഡ് സെക്യൂരിറ്റി ബൈബാക്ക് ചെയ്യുമ്പോഴും റൂൾ ഡിഫറെന്റ് ആയിരുന്നു. സ്പെസിഫൈഡ് സെക്യൂരിറ്റി, ഇപ്പൊ ബോണ്ട് ഡിബഞ്ചേഴ്സ് ഒക്കെ കമ്പനി ബൈബാക്ക് ചെയ്ത ഷെയർ ഹോൾഡർ സെക്യൂരിറ്റി ഹോൾഡർ തന്നെ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഒരു ഡൊമസ്റ്റിക് കമ്പനി ലിസ്റ്റഡ് ഷെയർസ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ഷെയർസ് ആയിക്കോട്ടെ, കമ്പനി ബൈബാക്ക് ചെയ്താൽ ഷെയർ ഹോൾഡർ അല്ല ടാക്സ് അടയ്ക്കുക. ശരിക്കും ലാഭം ഷെയർ ഹോൾഡർക്കാണ്, പക്ഷെ ഷെയർ ഹോൾഡർ അല്ല ടാക്സ് അടച്ചിരുന്നത്, കമ്പനി തന്നെയാണ് ടാക്സ് അടച്ചിരുന്നത്. അഡീഷണൽ ഇൻകം ടാക്സ് 23.296%. അതുകൊണ്ട് തന്നെ ഈ ലാഭം ഷെയർ ഹോൾഡർക്ക് എക്സംപ്റ്റും ആയിരുന്നു. ആരാ ടാക്സ് അടച്ചിരുന്നത്? കമ്പനി. അതുകൊണ്ട് ഷെയർ ഹോൾഡർക്ക് എക്സംപ്റ്റ് ആയിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോഴത്തെയും റൂള്. ഏത് ഡേറ്റ് വരെ? 30th September 2024 വരെ. ഏത് ഡേറ്റ് വരെ? ഇതുവരെയുള്ള എല്ലാ അമെൻമെന്റ്സും നമ്മൾ നോക്കിയത് 23rd July 2024 തൊട്ടായിരുന്നു മാറ്റം വന്നത്. പക്ഷെ ഇവിടെ മാറ്റം വരുന്നത് 1st October 2024 തൊട്ടാ. ഏത് തൊട്ട്? 1st October 2024 തൊട്ട്. ഈ 1st October 2024 തൊട്ട് ചേഞ്ച് വരുന്നത് ഈ ഷെയർസിന്റെ കൺസെപ്റ്റിൽ മാത്രമാണ്. ഏത് കൺസെപ്റ്റിൽ മാത്രമാണ്? ഷെയർസിന്റെ കൺസെപ്റ്റിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഷെയർസിന്റെ കേസിൽ 1st October 2024 ശേഷം ഒരു ഷെയർ ഇപ്പൊ TCS ബൈബാക്ക് ചെയ്തു. TCS ബൈബാക്ക് ചെയ്തത് ₹4,000 ആണെങ്കിൽ ആ 4,000 നമ്മളുടെ ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതർ സോഴ്സിൽ എന്തായിട്ട്?
ഫുൾ പൈസയും ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. 222F എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഏത് ഡേറ്റ് തൊട്ട്? 1 October 2024 തൊട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ സംഭവിച്ചത്? കമ്പനിയുടെ ഷെയർ നമ്മൾ വിൽക്കുകയാണോ ചെയ്തത്, കമ്പനി സ്വയം തിരിച്ചു വാങ്ങുകയാണോ ചെയ്തത്? കമ്പനി സ്വയം തിരിച്ചു വാങ്ങി, ബൈബാക്ക് നടത്തി. ബൈബാക്ക് നടത്തി കഴിഞ്ഞാല് ഏത് 1 April അല്ല കേട്ടോ എഴുതിയത്, മിസ്റ്റേക്ക് ഉണ്ട്. 1 October 2024 തൊട്ടെ 1 October 2024 തൊട്ട് ഒരു കമ്പനി ബൈബാക്ക് ചെയ്താല് ആ ബൈബാക്ക് ചെയ്യുന്ന പ്രൈസ് എന്താണോ അത് ഷെയർ ഹോൾഡറുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഏത് സെക്ഷനില്? 222F. ഞാൻ നിങ്ങൾക്ക് തന്ന ഹാൻഡ് റിട്ടൺ നോട്ടിലും അത് എഴുതിയിട്ടുണ്ട്. ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈ എ ഡൊമസ്റ്റിക് കമ്പനി, ലിസ്റ്റഡ് ആവാം, അൺലിസ്റ്റഡ് ആവാം, ഓൺ ഓർ ആഫ്റ്റർ 1 October 2024. Purchase price by domestic company treated as deemed dividend under section 222F. In the hands of whom? In the hands of shareholder. സാധാരണ ബൈബാക്ക് ചെയ്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞേ? സാധാരണ ബൈബാക്ക് ചെയ്ത് എന്താ ചെയ്യാറ്? കമ്പനി ടാക്സ് അടയ്ക്കും ആ ലാഭത്തിന്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഷെയർ ഹോൾഡർ അടയ്ക്കുന്നതിന് പകരം ഇപ്പൊ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ എമൗണ്ട് ബൈബാക്ക് ചെയ്യുന്ന പ്രൈസ് ഇപ്പൊ 3000 രൂപയാണെങ്കിൽ 3000 രൂപയും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഈ ഷെയർ ഹോൾഡറുടെ ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് സംസാരിച്ച് നോക്കാം. ക്യാൻ വി? ഒരു എക്സാമ്പിൾ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് 1000 shares. How much shares? 1000 shares of TCS at rupees 2500 per share. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Yes, Yes, sir. sir. അപ്പൊ മിസ്റ്റർ എക്സ് 1000 ഷെയർസ് മേടിച്ചു TCSന്റെ. എത്ര രൂപയ്ക്ക്? 2500 per share on 1 October 2023. Which date? 1 October 2023. 2500 രൂപയ്ക്ക് മേടിച്ചു. നിങ്ങള് 1 October 2020 കൊടുത്തോട്ടാ. 1 October 2020. Mr. X purchased 1000 shares of TCS at rupees 2500 per share on 1 October 2020. Okay. ഇനി TCS bought back the shares. TCS bought back shares. Bought back 300 shares. How many shares? 300 shares at rupees 3500 per share. At rupees 3500 per share. അപ്പൊ ഈ കേസിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? ഏത് ഡേറ്റ് പറഞ്ഞിട്ടില്ല അല്ലെ? 300 shares at rupees 3500 per share on 1 November 2024. 1 November 2024 300 ഷെയർ തിരിച്ചു മേടിച്ചു. എത്ര രൂപയ്ക്ക്? 3500 രൂപയ്ക്ക്. അപ്പൊ ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ എങ്ങനെയാ വരാം? ഏത് ഡേറ്റിന് ശേഷം മേടിച്ചത്? 1 October 2024. അപ്പോ ഇവിടെ സൊല്യൂഷനിൽ ഇയാൾക്ക് എന്താ വരേണ്ടത്? ശരിക്കും പറഞ്ഞാ ഡീംഡ് ഡിവിഡൻഡാ വരേണ്ടത്. യെസ് ഓർ നോ? എന്താ വരാ? ഡീംഡ് ഡിവിഡൻഡ്. അപ്പൊ ഡീംഡ് ഡിവിഡൻഡ് വരാ അതർ സോഴ്സിലാണ്. ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222F. എത്ര രൂപ? എത്ര ഷെയർസ് ഉണ്ട് ബൈ ബാക്ക് ചെയ്തത്? 300 ഷെയർസ് അല്ലേ? സോ 300 ഇൻറ്റു എത്ര രൂപയ്ക്കാ ബൈ ബാക്ക് ചെയ്തത്? 3500. 300 into 3500 work out to how much? 10,50,000.
അപ്പോൾ ₹10,50,000 ഏത് ഹെഡിൽ ടാക്സ് ചെയ്യണം? IFRS ല്. IFRS ടാക്സ് ചെയ്യണം. അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. IFRS ടാക്സ് ചെയ്യണം. ഇതുവരെ ഓക്കെയാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ 300 ഷെയർ ഇല്ലാതായി. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിനും കൂടി വരും. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കാണുന്ന ഫോർമാറ്റ് നമുക്കറിയാം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമുക്കറിയാലോ. ഒരു ഷെയർ 1000 ഷെയർസ് മേടിച്ചിരുന്നു 2500 രൂപയ്ക്കാ. അപ്പൊ 300 ഷെയറിന്റെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്രയാ? 300 into 2500. How much it will be? 300 into 2500. 7 ലക്ഷം കോസ്റ്റ് വരും. ഓക്കെ, 7 ലക്ഷം കോസ്റ്റ് വരും. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ വിറ്റ വാല്യൂ ബൈ ബാക്ക് ചെയ്ത പ്രൈസ് 10 ലക്ഷം എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ടാക്സ് വരും. IFRSലും സെയിം എമൗണ്ട് ടാക്സ് ചെയ്യും, ക്യാപിറ്റൽ ഗെയിനിലും ടാക്സ് ചെയ്യും. അതുകൊണ്ട് അവർ പറയുന്നത് അവിടെ ഫുൾ എമൗണ്ട് ടാക്സ് ചെയ്താണ് ഇവിടെ നില്ല് എടുക്കുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലോസ് വരും. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 7 ലക്ഷം. അപ്പൊ ബൈബാക്കിന്റെ കേസിൽ നമുക്ക് അതർ സോഴ്സിൽ ഇൻകം വരും. ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസോ ലോങ് ടേം ക്യാപിറ്റൽ ലോസോ വരും. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഇനി എവിടെ നിന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങൾക്ക് ഹാഫ് ദ വേ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് പ്രിന്റഡ് മെറ്റീരിയൽ ഒരു വേറൊരു എക്സാമ്പിൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്യാൻ വി? Yes, Yes, sir. sir. അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് നോക്കാം കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവേണ്ടതാണ് നോർമലി. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി വേറെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഈ പേജ് ഓക്കെ അല്ലേ? ദിസ് ഇസ് പേജ് നമ്പർ 7 വരുന്നത് കേട്ടോ. നിങ്ങളുടെ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ബോട്ട് ഇൻ 2020 ബൈ മിസ്റ്റർ ബി. മിസ്റ്റർ ബി 40 രൂപയ്ക്ക് 100 ഷെയർ മേടിച്ചു. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ. ഇനി നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ഇൻ നവംബർ 2024 എ ലിമിറ്റഡ് 60 രൂപയ്ക്ക് 20 ഷെയർ തിരിച്ചു മേടിച്ചു. അപ്പൊ നിങ്ങൾ നോക്കൂ, 60 രൂപയ്ക്ക് 20 ഷെയർ തിരിച്ചു മേടിച്ചപ്പോ എത്ര രൂപയ്ക്ക് തിരിച്ചു മേടിച്ചു? എന്താ വർക്കിംഗ് അല്ലല്ലോ. സോറി. ഓക്കെ, ഞാൻ വെർബലി പറയാം. 60 രൂപയ്ക്ക് 20 ഷെയർ തിരിച്ചു മേടിച്ചു. അപ്പൊ എത്ര രൂപ കിട്ടി? 1200 രൂപ കിട്ടി. ഈ 1200 നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതന്നെ, അതർ സോഴ്സിൽ ടാക്സ് ചെയ്യണം. ഇൻകം ടാക്സ് പ്ലസ് ഡീംഡ് ഡിവിഡൻഡ് സെക്ഷൻ 222 60 പെർ ഷെയർ. യെസ് ഓർ നോ? ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ വരും. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 0 എടുക്കണം. നമ്മളൊരു ഷെയർ മേടിച്ചത് 40 രൂപയ്ക്കാണ്. അപ്പൊ 20 × 40 800 രൂപ നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ നോക്കി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 46A. വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. വാല്യൂ ഓഫ് കൺസിഡറേഷൻ നില്ലാണ്. നമ്മൾ 40 × 20 800 രൂപയുടെ വിറ്റു. ഓക്കെ. അപ്പൊ 800 രൂപ ക്യാപിറ്റൽ ലോസ് വന്നു. ഈ 800 രൂപ ക്യാപിറ്റൽ ലോസ് വന്നത് കാണിച്ചു തരണം ഒന്നുകൂടി. 800 രൂപ എങ്ങനെ ക്യാപിറ്റൽ ലോസ് വന്നേ? നമ്മൾക്ക് 20 ഷെയർ 60 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്തു. അപ്പൊ 1200 അതർ സോഴ്സിൽ ടാക്സ് ചെയ്തു, IFRSൽ. ഇനി ഈ 20 ഷെയർ നമ്മൾ വിറ്റപ്പോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നില്ലെടുത്തു. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആയിട്ട് 40 രൂപയ്ക്ക് മേടിച്ചത്. അപ്പൊ 20 × 40 800 രൂപ വരും. അപ്പൊ അവിടെ ലോസ് 800. ഇത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നു. ഇതുവരെ ക്ലിയർ ആണോ? Yes or no? Yes, sir. ഓക്കെ.
ഇനി എന്താ സംഭവിച്ചത്? ഇനി നമ്പർ ഓഫ് ഷെയർസ് സോൾഡ് ഇൻ ഡിസംബർ. എത്ര ഷെയർസ്? നമ്പർ ഓഫ് ഷെയർസ് സോൾഡ് ഇൻ ഡിസംബർ 2025 ബൈ മിസ്റ്റർ ബി 70 രൂപയ്ക്ക് വിറ്റു. എത്ര ഷെയർസ് വിറ്റു? 50 ഷെയർ വിറ്റു. ബൈബാക്ക് അല്ല, നോർമലി വിറ്റു. നോർമലി വിറ്റു അവിടെ ക്യാപിറ്റൽ ഗെയിൻ അല്ലേ വരാ. 50 ഷെയർ 70 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്ര വന്നു? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 50 എണ്ണം 70 രൂപയ്ക്ക്, 50 × 70 3500 രൂപയ്ക്ക് വിറ്റു. ലെസ് കോസ്റ്റ്. നമ്മൾക്ക് 50 എണ്ണാണ് വിറ്റത്. നമ്മൾ മേടിച്ച വാല്യൂ എത്രയായിരുന്നു? 40 അല്ലേ? 40 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പൊ 2000 രൂപയ്ക്ക് മേടിച്ച സാധനം 3500 വിറ്റു. അപ്പൊ 1500 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. ഇത് ക്ലിയർ ആണോ? നേരത്തെ ബൈബാക്ക് ചെയ്തപ്പോൾ ഡിവിഡൻഡ് ആയിരുന്നു. ഇവിടെ ബൈബാക്ക് അല്ല, നമ്മൾ വിറ്റു. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ആണ്. 1500 രൂപ ക്യാപിറ്റൽ ഗെയിൻ. നേരത്തെ ലോസ് ഉണ്ട് 800. അപ്പൊ നെറ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്തൂടെ നമുക്ക്? നെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര എഴുതാം? 1500 നിന്ന് 800 അഡ്ജസ്റ്റ് ചെയ്താൽ 700 എഴുതാം. ആർ യു ഗെറ്റിംഗ്? 700 ആണ്. അപ്പൊ നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ വരാം ബൈബാക്കിന് ശേഷം. യു സീ ദാറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1500 വന്നു. അപ്പൊ നമ്മൾ പഴയ ലോസ് 800 രൂപ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ എത്ര ആയിട്ട് മാറി? 700 ആയിട്ട് മാറി. ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനിയുള്ള അമെന്റ്മെന്റ് സംഭവം ടഫ് അല്ല, പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ഹെവി അമെന്റ്മെന്റ്സ് എടുത്തത് കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് എടുക്കാവുന്നത് ഉണ്ടായുള്ളൂ. ആക്ച്വലി നമ്മൾ അത് എടുത്തിട്ട് ഇതിലേക്ക് വരികയായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡൺ ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇതുവരെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഹാൻഡ് റിട്ടൺ ആയിട്ട് അയച്ചത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്രക്സ് പെട്ടെന്ന് കിട്ടും. ഒന്ന് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ആയിരുന്നു 23rd July 2024. ബിഫോർ 23rd July 2024 വരെ 12 മന്ത്സ് ഉണ്ടായിരുന്നു, 24 മന്ത്സ് ഉണ്ടായിരുന്നു, 36 മന്ത്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 12 24 ഉള്ളൂ. അപ്പൊ ജ്വല്ലറി, അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ്, പെയിന്റിങ്സിലൊക്കെയാണ് മാറ്റം വന്നത്. 23rd July തൊട്ട് 24 മന്ത്സിൽ മേലെ വന്ന ലോങ് ടേം ആണ്. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. 2 ടാക്സ് റേറ്റിലുള്ള ചേഞ്ച് ആയിരുന്നു. റേറ്റ് ചേഞ്ച് നമുക്കറിയാം. 112 20 വിത്ത് ഇൻഡെക്സേഷൻ ആയിരുന്നു. ഇപ്പൊ 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആയി. പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ കാണുമ്പോൾ ഇൻഡിവിജ്വൽ HUF ആണെങ്കിൽ, ലാൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, വിച്ച് എവർ ഇസ് ബെനിഫിഷ്യൽ എടുക്കാം. 20% വിത്ത് ഇൻഡെക്സേഷനോ 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷനോ. ഇനി 112 1 lakh 0 to 1 lakh നിൽ എന്നുള്ളത് ആദ്യമേ മാറിയിട്ടുണ്ട്. 0 to 1,25,000 നിൽ ബാലൻസിന് 10%. 22nd July വരെ. 23rd July തൊട്ടാണെങ്കിൽ ബാലൻസിന് 12.5. 111 15 ഉണ്ടായത് 20. അപ്പൊ 4 അമെന്റ്മെന്റ്സ് ആയി. പിന്നെ 50AA ഈ പറയുന്ന എല്ലാ അസറ്റ്സിനും ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴും ഷോർട്ട് ടേം, ക്യാപിറ്റൽ അസറ്റ് എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പൊ ഗെയിനും ഷോർട്ട് ടേം ആയിരിക്കും. ഏതൊക്കെയാണ് 3 അസറ്റ്സ്? സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്, മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ്, അൺലിസ്റ്റഡ് ബോൺസ്, ഡിബഞ്ചേഴ്സ്, അൺലിസ്റ്റഡ് ബോൺസും അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും. പിന്നെ 46A 222F. കമ്പനി ബൈബാക്ക് ചെയ്യുന്നത് 1st October 2024 ശേഷമാണെങ്കിൽ ബൈബാക്ക് ചെയ്യുന്ന പ്രൈസ് ഫുൾ ആയിട്ട് ഡീംഡ് ഡിവിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ക്യാപിറ്റൽ ഗെയിൻ കാണുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് നില്ലെടുക്കണം. ഇത്രയും ആണ് അമെന്റ്മെന്റ്സ്. ഓക്കെ, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്, നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ എടുത്തതിനേക്കാളും ഇമ്പോർട്ടന്റ് ഈ സെഷനിലത്തെ അമെന്റ്മെന്റ്സ് ആണ്.